ഇന്ന് രാവിലെ പിടിച്ച മീനാണ് തന്നെ സിലോപ്പിയ. അത്യാവശ്യം കുറെ എണ്ണം ഉണ്ട്. രാവിലെ കിട്ടിയ കുറച്ച് ചെറുതുണ്ട്. അത് ഇത് ട്രാപ്പിൽ കിട്ടിയതാണ്. ഒന്നും പുറത്തു വിടാനും പറ്റിയില്ല. ശരി, ഈ മീൻ നമ്മൾ പൊള്ളിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. നമ്മുടെ പാലക്കാട് സ്റ്റൈലിൽ നല്ല രീതിക്ക് പൊള്ളിക്കുക. അപ്പോൾ മീൻ മസാല പിടിക്കാനായിട്ട് നമ്മൾ വരഞ്ഞു കൊടുക്കണം. മീനിനെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു. മസാലയ്ക്ക് ഇതാ മീൻ കയ്യോടെ സൂപ്പറായിട്ട് നമ്മൾ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കത്തി കണ്ട ആരും പേടിക്കണ്ട. കത്തി സഹായൻ്റെ കത്തിയാണ്. ഇതിലും വലിയ കത്തിയുണ്ട് സഹായന. ഇനിമേതാരെ നമ്മൾ സൂപ്പറായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇവർക്കുള്ള മസാല പ്രിപ്പറേഷനാണ്. അത് ആദ്യം ചെയ്യാം. സ്പെഷ്യൽ മസാല എന്ന് പറയുന്നത് ഒന്ന് മുളക് പൊടി, കാശ്മീർ ചില്ലി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, മല്ലിയില. ഇത്ര ഐറ്റം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കുന്ന മസാല. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി അത് കുറച്ച് തരുന്നുള്ളൂ. ബാക്കി നമ്മൾ മസാല കൂട്ടുകൾ നമ്മൾ മിക്സ് ചെയ്തിട്ടിടാം. ഇത് കുറച്ചും കൂടി നല്ല രീതിക്കുള്ള ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെച്ചെണ്ണത്തിൽ ഒഴിക്കുന്നുണ്ട്. ആ മസാല ഒന്ന് മീനിലോട്ട് കയറി പിടിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 10-15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കും. ഒന്ന് മസാലയൊക്കെ ഒന്ന് ഉള്ളിലോട്ട് ഇറങ്ങി ഉപ്പൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്പെഷ്യൽ കൂട്ടുണ്ട്. അത് നമ്മൾ സവാള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പെഷ്യൽ കൂട്ട് ചെയ്തിട്ട് മീനെ പാതി വറുത്തിട്ട്, അതായത് പാതി വേവിച്ച് അതിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റപ്പ് സാധാരണ ചെയ്യുന്നത് വന്നിട്ട് എല്ലാവരും ചട്ടിലിട്ട് ഇലയിൽ വാട്ടിയിട്ട് പുഴുങ്ങിയെടുക്കാൻ വറുത്തെടുക്കുക ചെയ്യുക, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്. നമ്മൾ ആ രീതിയിൽ ചെയ്യണത്. അതിലും വ്യത്യസ്തമായിട്ടുള്ള സൂപ്പറായിട്ടുള്ള രീതിയാണ്. അത് വീഡിയോയിൽ കാണാം. ഫ്രണ്ട്സ്, നമ്മൾ മാരിനേറ്റ് ചെയ്ത ഫിഷ് കണ്ടില്ലേ, അതൊക്കെ മസാലയൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മീനെ വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വറുത്തെടുക്കാനായിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിലുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ ഇതിന് മീൻ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മസാല ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ള സവാള ഒരു 5 എടുത്തിട്ടുണ്ട്, തക്കാളി ഒരു 4, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറി ലീവ്സ്, പിന്നെ അതിൻ്റെ കുറച്ച് മസാലകളാണുള്ളത്. ഇത് കറി ലീവ്സ് നമുക്ക് ഇതാ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെയാണ് ചെയ്യുന്നത്. ആദ്യം മീൻ വറക്കുന്നത് നമുക്ക് സെറ്റ് ചെയ്യാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വൺ സൈഡാണ് വെച്ച ശേഷം വറക്കാൻ വെച്ച ശേഷം അടുത്തത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് തിരിച്ചിടും. നമ്മൾ സ്പൈസ് നോക്കിയിട്ട് 2 ചെറുതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുക്കാനായിട്ട്. ജസ്റ്റ് മീൻ വറുക്കാൻ ഇട്ടതും ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിടുക എന്നുണ്ടെങ്കിൽ മീൻ അടി ഒട്ടി പെട്ടെന്ന് പിടിച്ചു പോവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം എന്നുണ്ടെങ്കിൽ ആ മീൻ്റെ കണ്ടില്ല, തൊലികളൊക്കെ കണ്ടില്ല, അതുപോലെ ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. മീൻ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ. നമ്മൾ മസാല വെച്ച് മാരിനേറ്റ് ചെയ്ത മീനെല്ലാം സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് വറുത്ത് കഴിഞ്ഞു. നമ്മുടെ പൊള്ളിക്കാനുള്ള നമ്മുടെ മസാല കൂടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കുറച്ച് മസാല എടുക്കുക, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മസാല എടുക്കുക. ജസ്റ്റ് ഒന്ന് അടിയിലൊന്ന് പാക്കപ്പിന് വേണ്ടി കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്തു. വലിയ സിലോപ്പിന് ആദ്യം വെക്കാം അല്ലേ. അത് വെച്ചാൽ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മസാല നമ്മൾ വരഞ്ഞു കൊടുത്ത ഭാഗത്തൊക്കെ കുറച്ച് ഇറങ്ങണ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ വാഴയിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ ഒരു നാക്കല ഫുള്ള് കൊടുത്തിട്ടുണ്ട്.
അത് മൊത്തം ക്ലോസ് ചെയ്ത്. വാഴനാരൊന്നും കാര്യമായിട്ടില്ല, ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇതെല്ലാം കിട്ടുന്നത് തന്നെ ആരോ പറഞ്ഞ മതിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് ഇല പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് നല്ലപോലെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. നൂലാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല, കോട്ടൺ അല്ലേ, വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അഴിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിരിക്കും. ഈ മസാല നമ്മൾ കൊടുത്തതെല്ലാം ഈ വേവിൽ പുറത്ത് വരും. പുറത്തൊന്ന് കവറപ്പ് ചെയ്തൊരു 15 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സംഗതി ഉഷാറ്. നമ്മൾ എന്നിട്ട് കെട്ടിയുണ്ട്. നമ്മുടെ ആദ്യത്തെ ഫിഷ് നമ്മൾ മൊത്തം പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്, വാഴയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഫിഷ് പാക്ക് ചെയ്യാനുണ്ട്, അതും കൂടെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്ത മീൻ 2 മീൻ വെച്ച് പറയട്ടെ. അപ്പം നമ്മൾ അടുത്ത 2 മീൻ വെച്ചിട്ടുണ്ട്. 2 ചെറുതായതുകൊണ്ട് 2 ഒപ്പം വെച്ച് സെറ്റ് ചെയ്യാണ്. ഓക്കെ, അത് വെച്ചു. ഇനി ഇത് നമുക്ക് 5 മീൻ നമ്മൾ 3 പൊതിയിലാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഇത് നമ്മൾ ഫോയിൽ വെച്ച് കവർ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഫോയിൽ നമുക്ക് അവസാന നിമിഷത്തിൽ കുറച്ച് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം നാച്ചുറലിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാഴയിൽ നമ്മൾ ചെയ്തതാണ്. ഇനി ഇത് നമ്മൾ പുഴുങ്ങിയിട്ട് എടുക്കുന്നത്. സാധാരണ എല്ലാവരും ചട്ടി ചൂടാക്കി അതിനകത്ത് ഈ വാഴയില ജസ്റ്റ് ഓയിൽ തേച്ച് വാഴയില ഇറക്കിയിട്ട് മൂടി വെച്ച് ചൂടാക്കി ചെയ്യുക. ആ പരിപാടി നമ്മൾ ചെയ്യുന്നില്ല. മൊത്തം ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അത് ആവി കൊണ്ട് നമ്മളിത് പുഴുക്കിയെടുക്കണം. ഇനി അങ്ങോട്ട് പോകും. അപ്പം നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാ സ്റ്റൗവിൽ ഒന്ന് ചൂടായി വരട്ടെ. വന്നു കഴിഞ്ഞാൽ ഈ ചെറിയ ഇഡ്ഡലി തട്ട് ഉള്ളിലേക്ക് നമ്മൾ കാഴ്ച വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ആവി മുകളിലേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മൾ ഇഡ്ഡലി വേവിച്ചെടുക്കുന്ന അതേ പരുവത്തിൽ നമ്മൾ ഈ 3 സുന്ദരക്കുട്ടന്മാരും അതിൽ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റ് 16 മിനിറ്റ് നമ്മുടെ സാധനം റെഡിയാവും. നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങി, ജസ്റ്റ് നോക്കാം അല്ലേ. തിളച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളേക്ക് അപ്പോഴേക്കും ഇതാ ഇതിൽ ചെമ്പ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇവനങ്ങോട്ട് വെച്ച് ഇതവനെ അങ്ങോട്ട് വയ്ക്കാം. 2 ആദ്യം പുളിയെടുക്കാം. നമുക്ക് മൂടി വയ്ക്കാൻ പോവാണ്. കറക്റ്റായിട്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് പാത്രം. ഒരു 15 മിനിറ്റ് ഏകദേശം സമയം നോക്കി നമ്മളൊരു 15 മിനിറ്റ് വേകാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 10-15 നിമിഷമായി ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം വെന്തിട്ടുണ്ടോന്നുള്ളത് അല്ലേ. വാഴയിലൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ പുറമെ വെള്ളം പൊടിച്ചിട്ടുണ്ട്. എല്ലാം വെന്ത് മസാലയൊക്കെ പുറമോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. നല്ല ചൂട്, കൈ പൊള്ളും. ഇനി ഒന്നും കൂടെ ഉണ്ട് വെക്കാൻ, വലിയ കുട്ടന്. അത് നമ്മളത് ഒന്നും കൂടെ വെച്ച് ഇതിനും കൂടെ ഒരു 10 മിനിറ്റ് റെഡി. അപ്പം നമ്മൾ അടുത്ത കുട്ടനെ മൂടി വെച്ചില്ല, ഇവനെ ഒരു 10 മിനിറ്റ് ರೆಡಿ ಗೈಸ್. ಅಜ್ಜಿ ಫುಲ್ ಕುಕಿಂಗ್ ಮಾಡಿ ಫುಲ್ ಆಗಿ ಆಯ್ತು. ಇವಾಗ ಓಪನ್ ಮಾಡ್ತೇನೆ. அப்படியேதான் ಫುಲ್ ಜ್ಯೂಸಿ ಗೈಸ್. ಸ್ವಲ್ಪ ಹಿಂಗೆ ಎತ್ಕೊಂಡು ಸ್ವಲ್ಪ ಗ್ರೇವಿ. ಗೈಸ್ ಇದ್ರದ್ದು ಟೇಸ್ಟ್ ಬಂದ್ಬಿಟ್ಟು ಹೇಳಕ್ಕಾಗೋದಿಲ್ಲ, ಸಕ್ಕದಾಗಿರುತ್ತೆ. ಇದು ಮಾಡಿದ್ದು ರೆಸಿಪಿ ನಾನು ಡಿಸ್ಕ್ರಿಪ್ಷನ್ ಕೊಡ್ತೀನಿ,
ನೀವು ಟ್ರೈ ಮಾಡ್ಬೇಕಂತಾನೆ ಇವತ್ತು ಟಿಲಾಪಿ ರಿಲೀಸ್ ಮಾಡೋ ಟಿಲಾಪಿನ ನಾನು ತಕೊಂಡ್ ಬಂದು ನಿಮ್ಗೆ ಇದು ಮಾಡಿ ತೋರಿಸ್ಬೇಕಂತ. ಯಾಕಂದ್ರೆ ಟೇಸ್ಟ್ ಸಕ್ಕದಾಗಿರುತ್ತೆ. ಏನು ಹೇಳಂಗಿಲ್ಲ. ಇದು ಕೇರಳದಲ್ಲಿ ಬಂದ್ಬಿಟ್ಟು 300-400 ರುಪೀಸು ಬರೀ ಒಂದ್ ಫಿಶ್. ಅದು ಕರಿ ಮೀನಿಗೆ ಮಾಡ್ತಾರೆ, ಕರಿ ಮೀನಲ್ಲಿ ಮಾಡ್ತಾರೆ. ನಾವು ಟಿಲಾಪಿಯಲ್ಲಿ ಮಾಡಿದೀವಿ. ಆಮೇಲೆ ಟೈಮ್ ಸಿಕ್ಕಿದ್ರೆ ಇನ್ನೊಂದು ಇದರಲ್ಲಿ ನಾನು ಸ್ನೇಕ್ ಹೆಡ್ ಫುಲ್ ಸ್ನೇಕ್ ಹೆಡ್ ಹಾಕ್ಬಿಟ್ಟು ಇದೇ ರೆಸಿಪಿನ ಕ್ಲೀನ್ ಆಗಿ ಒಂದೊಂದು ಸ್ಟೆಪ್ ಆಗಿ ನಿಮ್ಗೆ ನಾನು ಮಾಡಿ ನಿಮ್ಗೆ ತೋರಿಸ್ತೀನಿ. நீங்களும் போய் பக்கத்துல சாப்பிடுங்க அது வெடி பிடிக்கணும். பக்கத்துல போய் சாப்பிடு. அங்க கேமரா பிரபு சாப்பிடு. பிரபு எப்படி இருக்க பிரபு? ಸೂಪರ್. ಸ್ವಲ್ಪ ಖಾರ ಇದೆ ಗೈಸ್. எப்படி இருக்கு? நல்லா இருக்கா ಗೈಸ್? ಈ ವಿಡಿಯೋ ಹೆಂಗಿದೆ ಅಂತ ಲೈಕ್ ಮಾಡಿ, ಶೇರ್ ಮಾಡಿ, ಕಮೆಂಟ್ ಮಾಡಿ. ಆಮೇಲೆ ನೀವು ಇದನ್ನ ಟ್ರೈ ಮಾಡಿ, ಸಕ್ಕತ್ತಾಗಿರುತ್ತೆ. ಸೀರಿಯಸ್ಲಿ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ಗೈಸ್. ನೆಕ್ಸ್ಟ್ ವಿಡಿಯೋನಲ್ಲಿ ನೋಡೋಣ. ಬಾಯ್.